ഇത്ര ഹെൽത്തിയുള്ള റിസൾട്ടുള്ള ഹെയർ സ്പാ ഞാൻ വീട്ടിൽ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് മുടി ഒന്ന് ആവി കൊള്ളിപ്പിച്ചിട്ട് വേണം കേട്ടോ ഈ പാക്കഡ്. ആവി കൊള്ളിക്കാൻ ചൂട് വെള്ളത്തിലിട്ടാക്കി ഒന്ന് മുക്കി പിഴിഞ്ഞ് തലയിൽ കെട്ടി വെച്ചാൽ മതി കേട്ടോ. ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ പാക്ക് ഉണ്ടാക്കാൻ പോവാം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഏകദേശം 1 month ആയിട്ടോ നമ്മുടെ മുടിയൊക്കെ വെട്ടിക്കൂട്ടിയിട്ട്. എന്താ നിങ്ങൾ ഓർക്കണല്ലേ, ഇത് ഈ വൃത്തികേട് ചെയ്തിട്ട് ഏകദേശം 1 month ആയി. നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയിട്ടും ഏകദേശം 1 month ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അത് മുടി വളർന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് മേളിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. സൈഡിൽ ബേബി ഹെയർസ് വരുന്നുണ്ട്. പിന്നെ അത് ഈ വളഞ്ഞ് നിൽക്കുന്നുണ്ട്. അതാണ് മുടിക്ക് ലെങ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ അളന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, മുടി കോമ്പ് ചെയ്യാതെയല്ലേ അവർ കട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് നറുക്കി വെച്ച പോലെയാണ് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പല സൈസിലാണ് മുടി കിടക്കണേടാ. അങ്ങനെ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് നമ്മൾ മുടിനെ കൊന്നു വെച്ചേക്കാണ്. അപ്പോൾ 1 monthന് ശേഷം മസ്റ്റായിട്ട് സ്പാ ചെയ്ത് കൊടുക്കണം. എന്നാൽ പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്പാ വീട്ടിൽ തന്നെ ആയാലോ. അപ്പോൾ അതിനാദ്യം വേണ്ടത് പച്ചരി എടുക്കുക. 1 കപ്പ് പച്ചരി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാട്ടോ. രാവിലെ വെച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരം നമുക്ക് എടുക്കാം. പിന്നെ 1 കപ്പ് ഫ്ലക്സിഡ് എടുക്കുക. അതും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. വെള്ളം മേളിൽ നിൽക്കണം കേട്ടോ 2ന്റെ. ഈ കുപ്പി കണ്ടാലും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. നിങ്ങൾക്കൊരു നോർമൽ പാത്രത്തിൽ എടുത്താൽ മതി. എനിക്ക് പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് വരേണ്ടി വന്നു. അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് എടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. കുതിർക്കാൻ വെച്ച ഫ്ലക്സീഡ് നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക. 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. തിളച്ച് വെള്ളം വറ്റിയത് നല്ലൊരു കുറുകിയ ഒരു കുറുക്ക് പോലത്തെ ഒരു അല്ലെ ബളബള, അത് മീൻസ് പശ പോലെ ഇങ്ങനെ വരും കേട്ടോ. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് പച്ചരി അരച്ചെടുക്കണം. അരയാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞെടുക്കണം കേട്ടോ. കണ്ടോ, ഒട്ടും തരി വേണ്ട. അപ്പൊ ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഫ്ലക്സീഡ് തണുത്തിട്ടുണ്ട്. ഇനി ഒരു വൃത്തിയുള്ള കോട്ടൺ തുണി വെച്ചോ അല്ലെങ്കിൽ തോർത്ത് വെച്ചോ നമുക്കിത് അരിച്ചെടുക്കണം കേട്ടോ. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നല്ല പൊളി റിസൾട്ടാണ്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക. എത്രത്തോളം കിട്ടുന്നു അത്രയേ എടുത്തോളൂ. ഇനി അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഐറ്റത്തിലോട്ട് നമ്മൾ അരച്ച് വെച്ച പച്ചരിയില്ലേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈക്വൽ എമൗണ്ട് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞില്ല. ഇനി അതിലോട്ട് ഒരു 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആവണക്കെണ്ണ ഇത് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് ഓയിലാണുള്ളത് അതെടുക്കാം. കോക്കനട്ട് ഓയിൽ എടുക്കാം, റോസ്മേരി ഓയിൽ എടുക്കാം. ഇതൊക്കെ അടിപൊളിയാണ്. ഞാനിവിടെ വീട്ടിൽ വന്നുകൊണ്ട് അമ്മയുടെ കയ്യിൽ ഇത് കണ്ടുകൊണ്ട് മാത്രമായിട്ട് ഇതെടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അമ്മയുടെ ഒരു നൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അമ്മേനെ കൊണ്ട് തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കാം. മുടി ഇങ്ങനെ സെക്ഷൻ എടുത്ത് പാർട്ടാക്കിയിട്ട് വേണം കേട്ടോ തേച്ച് പിടിപ്പിക്കാൻ. ആദ്യം തലയോട്ടി മുതൽ ടിപ്പ് വരെ നന്നായിട്ട് വലിച്ച് തേച്ച് പിടിക്കുക കേട്ടോ. നമ്മൾ ഈ കാണിക്കുന്ന പോലെ ഫുൾ പാർട്സ് എടുത്ത് ഫുൾ മുടി മൊത്തം കവർ ചെയ്യുക. കുറച്ചും കൂടി എമൗണ്ട് എടുത്തോളൂ കേട്ടോ. ഞാൻ ഫുൾ തേച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. മസാജ് ഒന്നും ചെയ്യേണ്ട, ചിലപ്പോൾ മുടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ വിടുക, കെട്ടിയും വെക്കേണ്ട. ഇങ്ങനെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വെക്കുക കേട്ടോ. പിന്നെ തലവേദന, നീരിറക്കമൊക്കെ ഉള്ളവർ അരമണിക്കൂറൊന്നും വെക്കേണ്ട. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം കേട്ടോ. ഞാനൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം മുടി എല്ലാം ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഷാമ്പൂ വാഷ് ചെയ്യാം. മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്താൽ മതി. കണ്ടീഷണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ മുടി കണ്ടോ, ഒരു സിൽക്കി ലുക്കായില്ലേ. ഇനി ഡ്രയർ ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. നോർമലായിട്ട് ഉണങ്ങാൻ വിടുക. ഇത് ഉണങ്ങിയതിന് ശേഷമുള്ള ക്ലിപ്പ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ലേ, ഞാൻ വേറൊരു പരിപാടി കൂടി കാണിച്ചു തരാം. വാ, നമ്മൾ സ്ക്യൂസ് ചെയ്തെടുത്ത ഫ്ലക്സീഡിൻ്റെ ജെല്ലില്ലേ, അതും നമ്മുടെ അരച്ച് വെച്ച അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് മുഖത്തിട്ട് അടിപൊളി റിസൾട്ടാട്ടോ. ടാൻ മാറും, ബ്രൈറ്റൺ ആവും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇനി നമ്മുടെ മുടിയുടെ റിസൾട്ട് കണ്ടത് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. മുടി നോർമലി ഉണക്കിയതാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഡ്രയർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അടിപൊളിയായിട്ടില്ലേ? ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ സ്മൂത്തൻ ഹെയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ തോന്നും. പക്ഷേ നിങ്ങളും ട്രൈ ചെയ്ത് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.